ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും ചെയ്തതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റിച്ചാണ്. ഇതിൻ്റെ പേരാണ് വിപ്പിഡ് റണ്ണിങ്. അപ്പോൾ വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കളർ നൂല് വേണം. ഒന്ന് ബ്രൈറ്റ് കളറും ഒന്ന് ലൈറ്റ് കളറും ആണെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറും ഒരു വയലറ്റ് കളറുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ പേര് തന്നെ വിപ്പിഡ് റണ്ണിങ് എന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഞാൻ ഈ യെല്ലോ കളർ ത്രെഡ് വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ആദ്യം ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റണ്ണിങ് സ്റ്റിച്ചിൽ എന്തെങ്കിലും ഡൗട്ടുള്ളവർ നമ്മുടെ പാർട്ട് 1ൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇതിലും ഞാൻ പറയുന്നുണ്ട്, എന്നാലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പാർട്ട് 1ൽ നോക്കാവുന്നതേ ഉള്ളൂ. ഈ റണ്ണിങ് സ്റ്റിച്ച് പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ മെഷീൻ ഇല്ലാത്ത സമയത്ത് കൈകൊണ്ട് തുണിയുടെയൊക്കെ അരികെ ഇങ്ങനെ മടക്കിയിട്ട് ചെയ്യുന്ന അതേ ഒരു സ്റ്റിച്ച് തന്നെയാണ് ഈ റണ്ണിങ് സ്റ്റിച്ച്. കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെ നിന്നും നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ മുകളിലേക്ക് സൂചി വലിച്ചു കൊണ്ടുവരണം. സൂചി മുകളിലേക്ക് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത ഓരോ ഡോട്ടിൻ്റെയും ഉള്ളിൽ കൂടി മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ചുറ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് വിപ്പിഡ് റണ്ണിങ് എന്ന് പറയുന്നത്. അത് ഈ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെയും അതേപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കൊടുക്കുക. ഇതൊക്കെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വലിയ ഭംഗിയൊന്നും തോന്നില്ല. ചെയ്യാനും എളുപ്പമാണ്, അപ്പോൾ അത്ര വലിയ ഇതൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ തോന്നും. ഇതാണ് ഇത്ര വലിയ സംഭവം അങ്ങനെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇത് നമ്മൾ ഒരു പിക്ചറിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ചെയ്തൊരു പിക്ചറാണത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പിക്ചറായിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കാണാൻ പറ്റും അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. ഏതൊരു സ്റ്റിച്ചാണെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ എൻഡിങ് നമ്മൾ താഴേക്ക് സൂചി ഇറക്കി അടിയിൽ വേണം കെട്ടിടാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ എൻഡ് വരുമ്പം ഇതേപോലെ അടിയിൽ കെട്ടിട്ട് കൊടുക്കുക. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഡ്രസ്സിലൊക്കെ കുർത്തസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ എടുത്താൽ മതി. ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ വിപ്പിഡ് റണ്ണിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.